വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ കളിക്കാൻ പറ്റിയ ടോപ്പ് 3 ഹൊറർ ഗെയിംസ് ആണ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു 3 ഗെയിംസ് ഒന്നിനൊന്ന് മികച്ചതാണ്. അപ്പോൾ ഇതിൽ ഓഫ്ലൈനിൽ കളിക്കാൻ പറ്റിയ ഗെയിമുണ്ട്, അതുപോലെ തന്നെ ഓൺലൈനിൽ കളിക്കാൻ പറ്റിയ ഗെയിമുണ്ട്. അപ്പോൾ ഈ 3 ഗെയിമിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾ ഹൊറർ ഗെയിംസ് നോക്കി നടക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും വേണ്ടി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു, ഇതൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ലിസ്റ്റിത്തെ 3-ാം സ്ഥാനത്തുള്ള ഗെയിമാണ് ഗ്രാനി 3 എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഓഫ്ലൈൻ ഹൊറർ സർവൈവൽ ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ മെയിൻ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ ഇതിൽ നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ ചുമ്മാ വന്നതേ കാരണം. അപ്പം നമ്മൾ വന്നാലേ അറിയാം അതൊരു ഗോസ്റ്റിൻ്റെ ഹൗസാണെന്ന്. അപ്പം നമ്മൾ അവിടുത്തെ ഗ്രാൻഡ് നമ്മൾ ആ വീട്ടിൽ പൂട്ടിയിടും. പിന്നെ 5 days ആണ് നമുക്ക് തരുന്നത്, അതിനുള്ളിൽ നമ്മൾ എസ്കേപ്പ് ആവണം. അപ്പോൾ ഈ 5 days എന്ന് പറയുന്നത് ഇതിൽ 3 ക്യാരക്ടേഴ്സാണ് ഉള്ളത്, ഗ്രാനി, ഗ്രാൻഡ് പിന്നെ അവരുടെ മകൾ സ്ലെൻഡറിനെയാണുള്ളത്. അപ്പോൾ ഈ 5 days എന്ന് പറയുന്നത് അവർ നമ്മളെ എത്രത്തോളം കൊല്ലുന്നു അത്രത്തോളം ആ ഡേയ്സ് ഇങ്ങനെ കുറയുന്നതായിരിക്കും. അപ്പോൾ പരമാവധി അവരുടെ കണ്ണുപെടാതെ ഈ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണ് നമ്മളെ ഈ ഗെയിമിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പം ഈ ഗെയിമിൻ്റെ സൈസും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ പ്ലേസ്റ്റോറിൽ ഏകദേശം 100 MB ആണ് ഇതിന് വരുന്നത്. 100 million+ ഡൗൺലോഡ്സിൽ ഈ ഒരു ഗെയിമിന് 4.2 റേറ്റിംഗ് ആണുള്ളത്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ കാണുന്നുണ്ടാവും, അടിപൊളി ഗ്രാഫിക്സ് ആണ്. പിന്നെ അതൊരു നൈറ്റ് ആ ഒരു രീതിയിലാണ് വരിക, അപ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ കുറവുണ്ടാവും. അല്ലാത്തതൊക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്ടുള്ള ഗെയിമാണ്. ഇതിൽ പിന്നെ നൈറ്റ് മെയർ മോഡ് പറഞ്ഞാണ്ടുള്ള പുതിയ മോഡൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ്ട് ഇത് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇത് ഏകദേശം 100 MB ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലോയിൻ്റെ ഡിവൈസിൽ ഇത് നിങ്ങൾക്ക് കളിക്കാം. ഇത് ഒരു അടിപൊളിയാണ്ടുള്ള ഹൊറർ ഗെയിമാണ്. അപ്പോൾ ഇത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 1 GB റാമുള്ള ഡിവൈസിൽ വരെ ഇത് സപ്പോർട്ടാവും. അപ്പോൾ ഇത് കളിക്കാൻ അടിപൊളിയാണ്, നിങ്ങൾ തന്നെ കാണുക. ഇതിൽ നിങ്ങൾ ഓരോ പസിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ഈ വീടിൻ്റെ ഓരോ ഡോറും അതുപോലെ തന്നെ തുറന്നുകൊണ്ടാണ് ഇതിൻ്റെ എസ്കേപ്പിൻ്റെ രീതിയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാം ഹൊറർ ഗെയിം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ തീമുള്ളത്. അപ്പം നമ്മൾ ലിസ്റ്റിലത്തെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗെയിമാണ് ഹലോ നെയ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റോറി മോഡ് ഓഫ്ലൈൻ സർവൈവൽ ഗെയിമാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ക്ലാസിക് ഗെയിമാണ്. ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ഒക്കെ വേറൊരു രീതിയിലാണ്. ഇതിൽ നമ്മളൊരു കിഡ് പ്രോട്ടോഗണിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കളിക്കുന്നത്. നമുക്കിതിലൊരു സൈക്കോ നെയ്ബർ ഉണ്ട്, അത് നമ്മളെ ഫ്രണ്ടിനെ അതിൻ്റെ വീട്ടിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവനെ നമ്മൾ രക്ഷപ്പെടുത്തലാണ് ഈ ഒരു ഗെയിമിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ ഏകദേശം 1 GB മേലെ ഇതിന് സൈസ് ഉണ്ട്. 50 million+ ഡൗൺലോഡ്സിൽ ഈ ഒരു ഗെയിമിന് 4.1 റേറ്റിംഗ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല, ഞാൻ പിന്നെ പറഞ്ഞല്ലോ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സിൽ നിങ്ങൾക്ക് ഒരു ഹൊറർ ഗെയിം കളിക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത് ഹൊറർ എന്ന് പറയുന്നത് അത്ര ഹൊററൊന്നുമല്ല. ഇതിൽ നൈറ്റ് അല്ല നമ്മൾ കളിക്കണത്, ഒരു മോർണിംഗ് ആ ഒരു രീതിയിലാണ് നമ്മൾ കളിക്കണത്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഇതേ നിങ്ങൾക്ക് ഇതിൽ കിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു സൈക്കോ നെയ്ബറിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഇതിന് 1.2 GB സൈസ് ഉണ്ടായതുകൊണ്ട് ഈ ഗെയിം വർക്ക് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇതിൽ 3 GB റാമിൻ്റെ അബവ് വേണ്ടി വരും. അത്ര GB എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് വേണ്ടി വരും. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഗെയിമാണ്, അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു 3 GB റാമിലുള്ള ഡിവൈസിലൊക്കെ നിങ്ങളെ വേർഷൻ സപ്പോർട്ടാവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കളിക്കാനുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ ഈ ഗെയിം മസ്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു ഫണ്ണി ഹൊറർ ഗെയിമാണെന്ന് വേണമെങ്കിൽ ഈ ഗെയിമിനെ നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മളെ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഗെയിമാണ് ദ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം. അപ്പോൾ ഈ ഗെയിം ഒരു ഓൺലൈൻ മൾട്ടിപ്ലെയർ ഹൊറർ സർവൈവൽ ഗെയിമാണ്. അപ്പോൾ ഇത് മറ്റ് ഗെയിംസിനൊക്കെ അപേക്ഷിച്ച് ഇതൊരു ഓൺലൈൻ ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് 5-ൽ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് സർവൈവറും അതുപോലെ തന്നെ ഗോസ്റ്റും ആവാം. നിങ്ങളെ ഫ്രണ്ടിൻ്റെ ഒപ്പം നിങ്ങൾക്ക് അടിപൊളിയാണ്ട് മൾട്ടിപ്ലെയർ ആയാണ്ട് നിങ്ങൾക്ക് ഇത് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് മാപ്സ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കളിക്കാൻ സ്കൂള് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അതുപോലത്തെ ഒരുപാട് മാപ്സ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗെയിമിന് പ്ലേ സ്റ്റോറിൽ ഏകദേശം 600 MB ആണ് ഇതിൽ സൈസ് വരുന്നത്. പ്ലേ സ്റ്റോറിൽ ഏകദേശം 10 million+ ഡൗൺലോഡ്സിലെ ഗെയിമിന് 4.3 റേറ്റിംഗ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഗെയിം ഹലോ നെയ്ബറിനെ അപേക്ഷിച്ച് കുറച്ച് സൈസ് കുറവാണ്. എന്നാലും ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾ നെട്ടും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഗ്രാഫിക്സ് എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലത്തെ അടിപൊളിയാണ്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്ക് 600 MBക്ക് ഇത്ര നല്ലൊരു ഹൊറർ മൾട്ടിപ്ലെയർ ഗെയിം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇതൊരു ഓൺലൈൻ ഗെയിം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈസ് കുറച്ച് കുറവാണെങ്കിലും ഇത് നിങ്ങൾക്ക് ഒരു 4 GB ആൻഡ് അബവ് റാമിലുള്ള ഡിവൈസിൽ ഇത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ 3 GB റാമിലുള്ള ഡിവൈസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ വർക്കാവും. അപ്പോൾ ഇത് കളിക്കാനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊരു 5 അതിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ്ട് അവരൊക്കെ കൂട്ടിയാണ്ട് ഓൺലൈനിൽ മൾട്ടിപ്ലെയർ ആയാണ്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സർവൈവറോ അല്ലെങ്കിൽ ഗോസ്റ്റ് ആയാണ്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗെയിം 1ാം സ്ഥാനത്തേക്ക് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ഗെയിമിൻ്റെ ഡീറ്റെയിൽഡ് ഗെയിം പ്ലേ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ വേറെ കുറേ ഗെയിംസിൻ്റെ ഗെയിം പ്ലേ അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ഒക്കെ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ മേലായി ബട്ടണിലും കൊടുക്കുക. അപ്പോൾ നോക്കി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഗെയിം റിലേറ്റഡ് വീഡിയോസിനും അതുപോലെ തന്നെ ഗെയിം പ്ലേ വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.